AC മൊയ്തീനും കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ള നേതാക്കളാണ് ഇതിന്റെ മുൻനിരയിലുള്ളത്. അതിനിടയിലാണ് ഈ വലിയ പ്രതിഷേധം DC ഓഫീസിൽ നിന്ന് തുടങ്ങി അല്പനേരം ഈ റൗണ്ടിലേക്ക് പ്രവേശിച്ചതിന് പിന്നെയാണ് UDF-ന്റെ ഫ്ലക്സുകളടക്കം വലിച്ചു കയറുന്ന സാഹചര്യം ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രവർത്തകർ നേതാക്കൾ അവരെ അവിടുന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. UDF-ന്റെ വിജയത്തെ തുടർന്ന് അവർ സ്ഥാപിച്ച ഫ്ലക്സുകളാണ് പ്രവർത്തകർ കുത്തിക്കീറി വലിച്ചു കയറുന്നത്. അല്പം മുമ്പുണ്ടായ കാഴ്ചയാണ്. ഷാബാസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്ന നേതാക്കളെ കാണാം. അവിടെ ഉണ്ടായിരുന്ന ഫ്ലക്സുകൾ ഒന്നിലധികം ഫ്ലക്സുകൾ, അത് വലിയ ഫ്ലക്സുകൾ, അതൊക്കെ തന്നെ കുത്തിക്കീറി വലിച്ചു കീറുന്നുണ്ട് പ്രവർത്തകർ. പോലീസുണ്ടോ പ്രകടനത്തിന്റെ അടുത്ത്? സ്മൃതി, വലിയ സുരക്ഷ തന്നെ ഈ പ്രകടനത്തിന് ചുറ്റുമുണ്ട്. പോലീസിന്റെ വലിയ വലയം തന്നെ ഈ പ്രകടനത്തിന് ചുറ്റുമുണ്ട്. അതിനിടയിൽ പ്രവർത്തകർ തന്നെ ഈ വലിയ ഫ്ലക്സുകൾ, 3ഓളം ഫ്ലക്സുകളാണ് UDF വിജയത്തോടനുബന്ധിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ റൗണ്ടിന് ചുറ്റും വെച്ചിട്ടുണ്ടായിരുന്നത്. ആ 3 ഫ്ലക്സുകളുമാണ് ഇപ്പോൾ വലിച്ചു കീറിയിരിക്കുന്നത്. നേതാക്കൾ തന്നെ ഇടപെട്ടാണ് പ്രവർത്തകരെ ഇപ്പോൾ അനുനയിപ്പിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം UDF സർക്കാരിനെതിരെ കൂടി ഉയരുന്നു എന്നതിന് തെളിവാണ് ഈ ഫ്ലക്സ് കീറലടക്കമുള്ളവ. നേരത്തെ നേതാക്കളുടെ അടക്കം പ്രതികരണത്തിൽ പറഞ്ഞത് UDF സർക്കാരിന്റെ ഒത്താശയോട് കൂടിയാണ് ഇത്തരത്തിൽ പിണറായി വിജയന്റെ വീട്ടിൽ വലിയൊരു റെയ്ഡ് നടക്കുന്നത് എന്നായിരുന്നു. അത്തരത്തിൽ UDF സർക്കാർ ED റെയ്ഡിന് മുൻ മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നതിന് കുടപിടിക്കുന്നതിനടക്കമുള്ള പ്രതികരണങ്ങൾ വലിയ രീതിയിൽ നേരത്തെ നേതാക്കളുടെ ഭാഗത്തു നിന്നടക്കം വന്നിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് പ്രവർത്തകരുടെ വലിയ രോഷമടക്കമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന UDF-ന്റെ ഫ്ലക്സുകൾ, മുഖ്യമന്ത്രി VD സതീശന്റെ മുഖമുള്ള ഫ്ലക്സുകളടക്കം വലിച്ചു കീറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിരവധി പ്രവർത്തകർ, 100ഓളം പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പ്രതിഷേധ പ്രകടനമാണ് ഈ തൃശ്ശൂർ DCC-യിൽ അല്പനേരം ആരംഭിച്ചുകൊണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് CPM-ന്റെ പ്രവർത്തകർ തന്നെ UDF-ന്റെ VD സതീശന്റെ മുഖമുള്ള ഫ്ലക്സുകളൊക്കെ വലിച്ചു കീറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേതാക്കൾ തന്നെയാണ് ഇടപെട്ട് അനുനയിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ആ പ്രവർത്തകരെ നേതാക്കൾ ശാസിക്കുന്നതടക്കം ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് പ്രവർത്തകർക്ക് നേതാക്കൾ കൊടുക്കുന്നതടക്കം കാണാം. എന്തായാലും വലിയ പ്രതിഷേധം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുൻ മന്ത്രി R ബിന്ദു റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. UDF സർക്കാരിനെതിരെ കൂടി പ്രതിഷേധം ഉയരുന്നുണ്ട്. തീർച്ചയായും UDF BJP അവിശുദ്ധ കൂട്ടുകെട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അത് മറനീക്കി പുറത്തു വരികയാണ്. ദിവസങ്ങൾക്കകം, കഴിഞ്ഞ മെയ് മാസം 1-ാം തീയതി ഇവിടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള VD സതീശൻ അന്ന് NDA നേതാവിൻ്റെ വീട്ടിൽ അദാനി പ്രതിനിധി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നടന്ന യോഗം, മോദിയെ കണ്ട് VD സതീശൻ ഇവിടെ എത്തിച്ചേർന്ന ഉടനെ തന്നെ ഈ റെയ്ഡ് നടക്കാണ്. മോഡി VD ED മുക്കൂട്ട് മുന്നണിയാണ് ഈ നികൃഷ്ടമായ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. പാർട്ടി സെക്രട്ടറി ഇപ്പോൾ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. പ്രവർത്തകരോട് പ്രകടനമായി നീങ്ങാൻ പറഞ്ഞിട്ടും അവർ തുടരുന്ന സാഹചര്യത്തിലായിരിക്കണം പാർട്ടി സെക്രട്ടറി തന്നെ അവിടേക്ക് എത്തിയിരിക്കുന്നത്.